ഹലോ ഗൂട്ടൻ ടാഗ്, ഐ എം ജിഷ്ണു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് മൊഡാൽ വെർബ്സ് ആണ്. നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വെർബ്സ് ആണ് മൊഡാൽ വെർബൻ. നമുക്ക് മൊത്തം ഒരു 6 മൊഡാൽ വെർബ്സ് ആണ് വരുന്നത്. ക്യൊന്നൻ, ഡ്യൂർഫൻ, മ്യോഗൻ, വൊള്ളൻ, സൊള്ളൻ, മ്യൂസൻ. ഇങ്ങനെ നമുക്ക് 6 മൊഡാൽ വെർബ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ മൊഡാൽ വെർബ്സിൽ തന്നെ ക്യൊന്നന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ, അതേപോലെ ദുർഫന്റെ മീനിങ് എന്ന് വെച്ചാൽ മേ അല്ലെന്നുണ്ടെങ്കിൽ ടു ബി അലൗഡ്. മ്യോഗന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ലൈക്ക് ആണ്. അതേപോലെ വൊള്ളന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ട് ടു. അതേപോലെ തന്നെ സൊള്ളന്റെ മീനിങ് ഷുഡ്. മ്യൂസന്റെ മീനിങ് എന്താണ് മസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഹാവ് ടു ബി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു മൊഡാൽ വെർബിന്റെ തന്നെ, അതായത് ഈ മ്യോഗൻ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡാൽ വെർബിന്റെ തന്നെ കൊഞ്ചറ്റീവ് സൈ ഫോം ആണ് നമുക്ക് എന്താണ് ഈ മ്യോഷ്ടൻ എന്ന് പറഞ്ഞു വരുന്നത്. അതും നമ്മൾ എന്താണ് ഏകദേശം ഈ മൊഡാൽ വെർബ് യൂസ് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഈ മ്യോഷ്ടന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് ലൈക്ക് ടു. നമ്മൾ പറയില്ലേ ഐ വുഡ് ലൈക്ക് എന്നൊക്കെ പറയില്ലേ, അവിടെ വരുന്ന മീനിങ് ആണ് വുഡ് ലൈക്ക് ടു തന്നെ. അതിനാണ് നമ്മൾ മ്യോഷ്ടൻ എന്നുള്ള മൊഡാൽ വെർബ് യൂസ് ചെയ്യണത്. നമ്മളിപ്പോ 6 മൊഡാൽ വെർബും അതേപോലെ തന്നെ മ്യോഗൻ എന്നുള്ള മൊഡാൽ വെർബിന്റെ കൊഞ്ചറ്റീവ് സൈ ഫോം ആയിട്ടുള്ള മ്യോഷ്ടൻ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഇനി എന്താണ് മൊഡാൽ വെർബ്, നമുക്ക് എങ്ങനെയാണ് ഈ മൊഡാൽ വെർബ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ, അതായത് എന്നുള്ള മൊഡാൽ വെർബ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ സാധാരണ നമ്മൾ നോർമൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അവിടെ ഒരു വെർബോ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് ഒരു വെർബോ നമ്മൾ എഴുതാറുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. ഈ സെന്റൻസിലാണെന്നുണ്ടെങ്കിൽ 2 വെർബ് ഉണ്ട്. അത് ക്യൊന്നൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർബും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഫ്ലീഗൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വെർബും ഉണ്ട്. അത് ഈ മൊഡാൽ വെർബ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ മൊഡാൽ വെർബ്സിന് എന്താണ് സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് എന്താണ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ് വേറൊരു വെർബ് വരുമ്പോൾ എന്താണ് അമ്മൻറ്റിൽ എന്താണ് നമുക്ക് ഇൻഫിനിറ്റി ഫോമിൽ എന്താണ് വേറൊരു വെർബും കൂടി നമുക്ക് എഴുതാൻ പറ്റും. ഇത് മൊഡാൽ വെർബിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഈ മൊഡാൽ വെർബ്സിന്റെ ഒക്കെ കോൺജുഗേഷൻ നോക്കാം. ഈ മൊഡാൽ വെർബ്സിന്റെ കോൺജുഗേഷൻ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഇഷ് അല്ലെന്നുണ്ടെങ്കിൽ ദു RCS ഫോമിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ചേഞ്ച് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒക്കെ എന്താണ് നമുക്ക് സാധാരണ ഒരു നോർമൽ കോൺജുഗേഷൻ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ മൊഡാൽ വെർബിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ മൊഡാൽ വെർബ് തന്നെ എന്താ ക്യൊന്നൻ. ക്യൊന്നന്റെ മീനിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ എന്നാണ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഐ ക്യാൻ ഫ്ലൈ. ഐ ക്യാൻ ഫ്ലൈ എന്ന് വരുമ്പോൾ എങ്ങനെ വരാം ഇഷ് കാൻ ഫ്ലീഗൻ. ഇനി നമുക്ക് എന്താണ് അടുത്ത മൊഡാൽ വെർബ് നോക്കാം. അടുത്ത മൊഡാൽ വെർബ് ഏതാ ഡ്യൂർഫൻ. ഡ്യൂർഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി അലൗഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി കിൻഡർ ഡ്യൂർഫൻ ഹിയർ നിഷ്ട് സ്പീലൻ. അതായത് ദ ചിൽഡ്രൻ ആർ നോട്ട് അലൗഡ് ടു പ്ലേ ഹിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡാൽ വെർബ് മ്യോഗൻ. മ്യോഗന്റെ മീനിങ് എന്താ ടു ലൈക്ക്. മ്യോഗന്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഇഷ് മാഗ് മ്യൂസിക് ഹിയറൻ. അതായത് ഐ ലൈക്ക് ടു ഹിയർ മ്യൂസിക്. അടുത്ത നമ്മുടെ മൊഡാൽ വെർബ് തന്നെ ഏതാ വൊള്ളൻ. വൊള്ളന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇഷ് വിൽ നാഹ് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ. അതായത് ഐ വാണ്ട് ടു ഫ്ലൈ ടു ഡോയ്ച്ച്ലാൻഡ്. നമ്മുടെ നെക്സ്റ്റ് മൊഡാൽ വെർബ് തന്നെ സൊള്ളനാണ്. സൊള്ളന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഷാൾ അല്ലെങ്കിൽ ഷുഡ്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം ഇഷ് സോൾ ദസ് മാഹൻ. അതിന്റെ മീനിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ഷുഡ് ഡു ദാറ്റ്. നെക്സ്റ്റ് നമ്മുടെ മൊഡാൽ വെർബ് വരുന്നത് വെച്ചാൽ മ്യൂസൻ ആണ്. മ്യൂസന്റെ മീനിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കിയാലോ. അതിന്റെ ഒരു എക്സാമ്പിൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഷ് മുസ് ദി ഹൗസ് ഓഫ് ഗാബൻ മാഹൻ. അതിന്റെ മീനിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ മസ്റ്റ് ഡു ദ ഹോംവർക്ക്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത് മ്യോഷ്ടൻ ആണ്. മ്യോഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് തന്നെ വുഡ് ലൈക്ക് ടു. മ്യോഷ്ടൻ ശരിക്കും ഒരു മൊഡാൽ വെർബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ മൊഡാൽ വെർബില്ലേ മ്യോഗൻ, അതിന്റെ തന്നെ കൊഞ്ചറ്റീവ് സൈ ഫോം ആണ് മ്യോഷ്ടൻ. അപ്പൊ നമുക്ക് മ്യോഷ്ടൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കിയാലോ. മ്യോഷ്ടൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ് മ്യോഷ്ടെ നാഹ് ഡോയ്ച്ച്ലാൻഡ് ഫ്ലീഗൻ. അതായത് ഐ വുഡ് ലൈക്ക് ടു ഫ്ലൈ ടു ഡോയ്ച്ച്ലാൻഡ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് മൊഡാൽ വെർബ്സിനെ പറ്റിയാണ്. നമ്മൾ 6 മൊഡാൽ വെർബ്സും പിന്നെ ഒരു മൊഡാൽ വെർബ്സിന്റെ കൊഞ്ചറ്റീവ് സൈ ഫോം ആയിട്ടുള്ള മ്യോഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ മൊഡാൽ വെർബ്സ് നമ്മൾ എപ്പോൾ വരുമ്പോഴും ഈ മൊഡാൽ വെർബ് എന്നാണ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതാൻ വേണം. അതേപോലെ തന്നെയാണ് മെയിൻ വെർബ് എപ്പോഴും അമ്മെന്റിൽ, അതായത് സെന്റൻസിന്റെ അമ്മെന്റിൽ ഇൻഫിനിറ്റി ഫോമിൽ എഴുതാൻ വേണം. അപ്പോൾ ഇതേപോലത്തുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.